കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ്. നിന്നെ ഉൾത്താരിൽ ഓർക്ക എന്നുള്ളത് കൗതുകം. അത് എത്ര തന്നെ ദൈവസന്നിധിയിൽ ചിന്തിച്ചാലും ധ്യാനിച്ചാലും മതിവരാത്ത അനുഭവങ്ങളായിട്ട് നിലകൊള്ളുകയാണല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പൊതുവെ അംഗസംഖ്യ കുറവാണ്. പലരും പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതാണ് കാരണം. നമുക്ക് നാച്ചുറലായിട്ട് ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും രുചിപ്രദമായിട്ടുള്ള ഭക്ഷണം ഏതാണ്? ഏറ്റവും മധുരമുള്ള ഭക്ഷണം ഏതാണ്? അങ്ങനെ പറഞ്ഞായിരിക്കും നല്ലത്. കാരണം രുചി എന്ന് പറയുന്നത് മധുരവുമായിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല. നാച്ചുറലായിട്ട് ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും മധുരതരമായിട്ടുള്ള ഭക്ഷണം തേൻ. ശരിയാണ്, വളരെ ശരിയാണ്. വേദപുസ്തകത്തിന്റെ മാധുര്യത്തെക്കുറിച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി വചനം ഉപയോഗിക്കുന്നത് എന്താ? തേനിനേക്കാളും നെൻകട്ടേക്കാളും മധുരമുള്ളത് എന്നുള്ളതാണ്. തേനാണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത്. തേൻ തനിയെ കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സ്വർഗീയ ഭക്ഷണമായിട്ടുള്ള മന്നയെക്കുറിച്ച് പറയുന്നത് തേൻ കൂട്ടിയ ദോശ പോലെ മധുരമുള്ളത് എന്നാണ്. അപ്പൊ വേദപുസ്തകവും അതിന് അടിവരയിടുന്നു. തേൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കുവാനായിട്ട് സാധ്യമുള്ളതല്ല. അത് നാച്ചുറലായിട്ട് ലഭ്യമാകുന്ന ഒരു കാര്യമാണ്. തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തേനീച്ചയിൽ നിന്നാണ് തേൻ ഉണ്ടാകുന്നത്. തേനീച്ചയുടെ കോളനിയെക്കുറിച്ച് നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? തേനീച്ചയുടെ കോളനി വളരെ ബിസി ആയിട്ടുള്ള ഒരു കോളനിയാണ് തേനീച്ചയുടെ കോളനി. നമ്മുടെ സഭായങ്ങൾ പോലെ വളരെ ലാഘവത്തോടു കൂടെയുള്ള ഒരു കോളനിയൊന്നുമല്ല. അവിടെ സദാസമയവും പ്രവർത്തന നിരതമാണ്. പകലും രാത്രിയും ഒക്കെ ഒരുപോലെ പ്രവർത്തന നിരതമാണ്. ഓക്കെ, തേനീച്ച കോളനിയിലെ 3 കൂട്ടം ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് ആരാ? റാണിയാണ്. അതെല്ലാവർക്കും അറിയാം. ഒരു തേനീച്ച കോളനിയിൽ എത്ര റാണിമാരുണ്ടാകും? ഒറ്റ റാണിയേ ഉണ്ടാകത്തുള്ളൂ. റാണിയാണ് അതിലെ ഏറ്റവും നേതൃത്വം കൊടുക്കുന്നത്. ഒരു റാണി ഇല്ലെങ്കിൽ കോളനി ഇല്ല. പിന്നെ 2 കൂട്ടരുണ്ട്. എന്താ? ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് എന്ന് പറയും അല്ലെ? മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ഡ്രോൺസ് എന്ന് പറയും. എന്താ ഈ വർക്കേഴ്സും ഡ്രോൺസും തമ്മിലുള്ള വ്യത്യാസം? വർക്കേഴ്സും മലയാളത്തിൽ മടിയന്മാരെന്നാ പറയുന്നത്. മടിയന്മാരും വർക്കേഴ്സും. വർക്കേഴ്സ് പെണ്ണീച്ചകളാണ്, ഫീമെയിൽ കാറ്റഗറി ഉള്ളതാണ് അല്ലെ? ഡ്രോൺസ് ആരാ? മെയിലാണ്, ആണീച്ചകളാണ്. ഡ്രോൺസിന്റെ ജോലി എന്താ? ഭക്ഷണം കഴിക്കുക, സുഖമായിട്ടിരിക്കുക, ഒരു പണിയും പ്രത്യേകിച്ച് ചെയ്യുകയൊന്നും ഇല്ല അല്ലെ? ഇതിന്റെ എണ്ണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റാണി ഒരു ഈച്ചയേ ഉള്ളൂ. ആണീച്ചകൾ 100 കണക്കിന് ഈച്ചകളുണ്ട്. ചിലപ്പോൾ 1000-ഓളം ഒക്കെ ആണീച്ചകൾ വരും. ഈ കോളനിയുടെ ഉപഭോക്തൃ വശം മുഴുവൻ നോക്കുന്നത്, അതായത് അതിൻ്റെ തീർക്കുക, ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആണീച്ചകളാണ്. പെണ്ണീച്ചകൾ 20,000 മുതൽ 50,000 വരെ ഈച്ചകളുണ്ട്. 20,000 മുതൽ. ഇവരാണ് ജനനം മുതൽ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് ലാർവയായി പ്യൂപ്പയായി അത് കഴിഞ്ഞിട്ട് തേനീച്ചായി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കുറേ കാലങ്ങളിലൊക്കെ കൂട്ടിനകത്ത് തന്നെ അതിന് വിവിധ ജോലികളുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മെച്ചുറായി കഴിഞ്ഞിട്ടാണ് എന്തിനു പോകുന്നത്? തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തേൻ സംഭരിച്ച് അതിൻ്റെ ജീവിതകാലത്ത് മുഴുവൻ പ്രവർത്തന നിരതമാണ്. ഈച്ചയായിട്ട് തേനീച്ചയായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ തീരുന്നത് വരെയും പ്രവർത്തന നിരതമാണ്. ഈ വർക്കേഴ്സ് വെറുതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. കൂടുണ്ടാക്കണം, മെഴുകി കൊണ്ട് വാക്സ് കൊണ്ട് കൂടുകൾ ഉണ്ടാക്കണം. അത് വളരെ രസകരമാണ്. മാത്രമല്ല അതിനകത്ത് മുട്ട വിരിഞ്ഞു വരുമ്പോൾ അതിനെ പരിപാലിക്കണം, അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം അല്ലെ? അത് കഴിഞ്ഞിട്ട് തേൻ എടുക്കാൻ പോകണം. പൂമ്പൊടിയും തേനുമായിട്ട് മടങ്ങി വരും. പൂമ്പൊടി മാറ്റി ശേഖരിക്കണം, തേൻ മാറ്റി ശേഖരിക്കണം, അത് സംഭരിച്ചു വെക്കണം. മഴക്കാലവും തണുപ്പ് കാലവും ഒക്കെ വരുമ്പോൾ പുറത്തുപോയി തേൻ ശേഖരിക്കാൻ പറ്റിയില്ല. ഇവിടെ എല്ലാവരുടെയും എന്തുണ്ട്?
ഭക്ഷണ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഈ തണുപ്പ് കാലം വരുമ്പോൾ ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കോളനിയുടെ സേഫ്റ്റിക്ക് വേണ്ടി കുറെ ആണീച്ചകളെയൊക്കെ ഇവിടെ നിന്ന് തുരത്തി വിടും. എന്താ? അവരുടെ റിസർവ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി, കൂടുതൽ കാലം അവരുടെ ഭക്ഷണം നിലനിർത്താൻ വേണ്ടി കുറെ പേരെയൊക്കെ തള്ളി പുറത്ത് വിടും. അപ്പൊ ഈ നിലയിലാണ് അതിന്റെ കോളനിയുടെ ക്രമീകരണം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഞാൻ ബയോളജി പഠിച്ചിട്ടില്ല, ബയോളജി എനിക്ക് വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റും അല്ല. എന്നാൽ വേദപുസ്തകത്തിൽ തേനീച്ച എന്ന അർത്ഥം വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. ആരാണെന്നൊന്ന് ഓർത്തെടുക്കാമോ? തേനീച്ച എന്ന അർത്ഥമുള്ള ഒരു പേര്. അതൊരു പുരുഷനാണോ സ്ത്രീയാണോ? തേനീച്ച എന്ന അർത്ഥമുള്ള പുരുഷനായിരിക്കും അല്ലേ? അല്ല, ഒരു സ്ത്രീരത്നമാണ്. ദബോര എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം. വേദപുസ്തകത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സ്ത്രീരത്നം ന്യായപാലനം ചെയ്തതായിട്ട്, പ്രവാചകിയായിട്ട് ശുശ്രൂഷ ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. ന്യായാധിപന്മാർ 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അന്ന് ദബോരയും അബീനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയതെന്തെന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. ഇവിടെ ഇതാ ഒരു വലിയ ഗാനത്തിന്റെ പ്രാരംഭത്തിന്റെ അല്ലെങ്കിൽ തുടക്കമാണ് ഇവിടെ കാണുന്നത്. 5-ാം അധ്യായം മുഴുവൻ കവിതയാണ്, പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് ആരാണ്? എഴുതിയത്? ദബോരയാണ് ഈ പാട്ട് എഴുതിയത്. പാടിയത് ആരൊക്കെ ചേർന്നാണ്? ദബോരയും ബാരാക്കും ചേർന്നാണ് ഈ പാട്ട് പാടിയത്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ പാട്ടൊന്ന് വായിച്ചു നോക്കണം. വളരെ മനോഹരമായിട്ടുള്ള, കാവ്യഭംഗി നിറഞ്ഞ, അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഗാനം. വേദപുസ്തകത്തിൽ ഇങ്ങനെ അനേക ഗാനങ്ങളുണ്ട് അല്ലേ? വേറെ ആരെങ്കിലും പാട്ട് പാടിയതായിട്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? മിരിയാം പാട്ടുപാടി. അപ്പൊ മിരിയാം പാട്ടുപാടി, ദബോര പാട്ടുപാടി അല്ലേ? അപ്പോ പാട്ട് പാടുന്നതിൽ കൂടുതലും മോശ പാട്ട് പാടി പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? മോശ സംഗീത പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അല്ലേ? നമ്മുടെ സഭയില് സഹോദരിമാര് പാട്ട് പാടാറുണ്ടോ? അവരെ പാടാറുള്ളൂ. അവര് പാടാതിരുന്നാലോ? നമുക്കറിയാം ഈ പാട്ട് നമ്മൾ എവിടെ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഉച്ചത്തിൽ മധുരമായിട്ട് പാടുന്ന സഹോദരിമാർ നമ്മുടെ സഭയില് ഉണ്ട്. സംഗീത ശുശ്രൂഷയില് നിങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വേദപുസ്തകത്തിൽ ഇതാ പാട്ട് പാടുന്ന ദബോരയെ, മിരിയാം തപ്പെടുത്ത് പാട്ട് പാടുന്ന മിരിയാമിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പാട്ട് പാടുന്ന മോശപ്പെട്ട പരിപാടിയൊന്നുമല്ല. ചിലർ പാട്ട് പാടുമ്പോഴത്തേക്കും ഹമ്മിങ് കൊടുക്കും അല്ലെ? ചിലർ പാട്ട് പാടുമ്പോ മാർക്കിടും അല്ലെ? ചിലർ പാട്ട് പാടുമ്പോൾ ധ്യാനത്തിലായിരിക്കും. ചിലർ പാട്ടും പാടുമ്പോൾ ഉറങ്ങും. എന്നാൽ ഈ പാട്ട് അങ്ങനെയൊന്നുമല്ല. ഏറ്റുപാടുകയാണ്. ജനമെല്ലാവരും ഏറ്റുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സംഗീതം എന്ന് പറയുന്നത്, ഞാൻ ഇതൊന്നും ചോദിച്ചോട്ടെ, സ്വർഗത്തിൽ പ്രസംഗമുണ്ടോ? എന്തൊരാശ്വാസം അല്ലേ? സ്വർഗത്തിൽ പ്രസംഗവുമില്ല, പ്രസംഗ വീടവും ഇല്ല. എന്നാൽ അവിടെയുള്ള ഒരു കാര്യം, പാട്ടുണ്ട്. അവിടെ നാം പുതിയൊരു പാട്ട് പഠിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പാട്ട് പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു പാട്ടിനകത്ത് ഇങ്ങനെയുണ്ട്. നമ്മള് ഈ ജീവ നദിക്കരയിലെ ആനന്ദക്കുയിലിനെ കുറിച്ച് പാടുന്ന ഒരു പാട്ട് നമുക്കുണ്ട് അല്ലേ? ആനന്ദക്കുയിലെ സൈമൺ സാറിന്റെ പാട്ടാണ് അല്ലേ? അപ്പോ അതിനകത്ത് സൈമൺ സാർ ഇങ്ങനെയാണ് കാണുന്നത്. നാം അവിടെ എവിടെ ചെന്നാലും പാടും അല്ലെ? ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നാലും പാടും, കർത്താവിന്റെ മഹത്വത്തിന്റെ മുമ്പിലും പാടും, ആൾക്കാരെ കണ്ടാലും പാടും, തമ്മിൽ ആരുമായിട്ട് സംസാരിച്ചാലും പാട്ട് പാടും. ഇനി വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാലും ജീവ നദിയുടെ കരയിലൂടെ നടക്കുമ്പോൾ, ജീവവൃക്ഷത്തിന്റെ തണലിലൂടെയൊക്കെ നടക്കുമ്പോൾ അവിടെയും ആനന്ദക്കുയിലിനെ പോലെ പാടുവാനായിട്ട്, മനോഹരമായിട്ട് പാടുവാനായിട്ട് സാധിക്കും. പാട്ട് പാടുവാനായിട്ട് നല്ല സ്വരങ്ങളൊന്നും ഒരുപക്ഷെ നമുക്കിന്ന് ലഭ്യമായിട്ടൊന്നും വരികയില്ല. ഇന്ന് അല്പം പിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പാടിക്കോളൂ. അവിടെ നമ്മൾ ആനന്ദക്കുയിലിനെ പോലെ പാട്ട് പാടും. എന്തിനാ ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒരുപക്ഷെ ദെബോര ഇസ്രായേലിന്റെ ന്യായാധിപയായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നായികയായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെയൊക്കെ നെറ്റ് ചിലപ്പോൾ ചുളിച്ചു വന്നേക്കാം അല്ലേ? ആഹാ, ദെബോര അത്രയ്ക്കായോ? ദെബോരയാണോ ഒരു ജനത്തെ നയിക്കേണ്ടത്? എന്നാൽ വേദപുസ്തകത്തിൽ ഉടനീളം നിങ്ങൾ പരിശോധിച്ച് നോക്കിയോളൂ, ദൈവം പുരുഷന്മാരെയും സ്ത്രീകളെയും ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാറുണ്ട് അല്ലെ? ഇത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ ചില ചുമതലകൾ ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കുവാനായിട്ടും നിർവഹിക്കുവാനും പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് വന്ന ഒരു സ്ത്രീരത്നമാണ് ദെബോര എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ ജനത്തിലെ ബാക്കി പുരുഷ സമൂഹം മുഴുവൻ, ബാക്കി ജനങ്ങൾ മുഴുവൻ ദൈവത്തിന് വിരോധമായിട്ട് നടകൊള്ളുമ്പോൾ, ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ, ആ ജനത്തിന്റെ മധ്യേ ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുവാൻ വേണ്ടി, ന്യായപാലനം നടത്തുവാൻ വേണ്ടി, ദൈവത്തിന്റെ ആലോചന നൽകുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച വ്യക്തിയാണ് ദെബോര. നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതിന് പുരുഷനും സ്ത്രീയും എന്ന് വ്യത്യാസമൊന്നുമില്ല. ദൈവ സഭയുടെ അവയവങ്ങളായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം വച്ചിരിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആ ദൈവസഭയുടെ അവയവങ്ങൾ സഹോദരന്മാരാണ്, സഹോദരിമാര് അവയവങ്ങളൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ദൈവവചനത്തിന് വിധേയമായിട്ട് ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ആണും പെണ്ണും ഒരുപോലെ സന്നദ്ധരാകണം. ദൈവത്തിന്റെ മുമ്പാകെ ആൺ പെൺ എന്നുള്ള വ്യത്യാസം ദൈവം വച്ചിട്ടില്ല. സഹോദരന്മാർക്ക് വേണ്ടി കുറച്ച് കൂടുതൽ രക്തവും സഹോദരിമാർക്ക് വേണ്ടി 1-2 തുള്ളി രക്തവുമല്ല യേശു കർത്താവ് മറുവിലയായിട്ട് നൽകിയത്. ഒരേ വില കൊടുത്ത് വീണ്ടെടുത്ത ദൈവജനമാണ് നാം ഓരോരുത്തരും. ദൈവം നിയോഗങ്ങളെ നൽകുന്നവനാണ്. പുതിയ നിയമത്തിലും അനേക ഉദാഹരണങ്ങളുണ്ട്. സഹോദരിമാരുടെ ബൈബിൾ സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങിയതാരാ? സഹോദരിമാരുടെ ബൈബിൾ സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങിയതാരാ? യേശു കർത്താവാണ് അല്ലെ? മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു കർത്താവ് ദൈവവചനം പഠിപ്പിക്കുന്നത് ആരെയാണ്? സഹോദരിമാരെയാണ്. സംശയമുണ്ടോ? ഇല്ല അല്ലെ? ആദ്യത്തെ സുവിശേഷകരാരാണ്? ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തിയതാരാണ്? ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തിയതാരാണ്? അന്ന. യെസ്, അന്നയാണ്. ഇനി അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ? ശമരിയയിലെ സ്ത്രീ, ശമരിയ സ്ത്രീയാണ് ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം അറിയിച്ചത്. എന്നിട്ട് ശമരിയ ദേശക്കാർ പറയുന്നുണ്ട്, നീ പറഞ്ഞത് കൊണ്ടല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങള് നേരിട്ട് യേശു കർത്താവിനെ കണ്ടു, അവൻ രക്ഷിതാവാണെന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിയോഗങ്ങളെ നൽകുന്നവനാണ്. ആദിമ സഭയിലും അതുപോലെ ശുശ്രൂഷക്കാരത്തികളുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ ദൈവിക ക്രമങ്ങളെ മറുതലിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് ക്രമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആ ക്രമങ്ങൾക്ക് വിധേയമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സഹോദരന്മാരെയും സഹോദരിമാരെയും ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആരാണ് ഈ ദെബോര? 4-ാം അധ്യായത്തിലേക്ക് വരിക. അതിന്റെ 4-ാമത്തെ വാക്യം. ആ കാലത്ത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ഓക്കെ, ഈ ദെബോര എന്ന് പറയുന്ന സ്ത്രീയെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? ലപ്പിദോത്തിന്റെ ഭാര്യയായിരുന്നു. ലപ്പിദോത്തിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ ഈ സഹോദരി തന്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തം കളഞ്ഞിട്ടല്ല ന്യായപാലനത്തിലേക്ക് വരുന്നത്. തന്റെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. ഇനി ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലപ്പിദോത്തിന്റെ ദൗത്യം എന്താണ്? ലപ്പിദോത്തിന്റെ ദൗത്യം, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഈ സഹോദരി ചെയ്യുമ്പോൾ ഭർത്താവാണെങ്കിൽ പോലും ആ ശുശ്രൂഷയ്ക്ക് പിന്തുണ കൊടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ ആ നിലയിൽ ഈ സഹോദരി മുന്നോട്ട് വരികയാണ്. ഈ സഹോദരിയെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദെബോര എന്ന പ്രവാചകി എന്ന് പറഞ്ഞാൽ ഈ സഹോദരി ന്യായാധിപ മാത്രമായിരുന്നില്ല, പിന്നെയോ അവളൊരു പ്രവാചകി കൂടെ ആയിരുന്നു. എന്താ പ്രവചനം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ അരുളപ്പാടുകളെ ജനത്തോട് പറയുക. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകുന്ന സന്ദേശങ്ങളെ അതിനകത്ത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറ്റം വരുത്താതെ എക്സാക്റ്റ് ആയിട്ട് അതുപോലെ എന്ത് ചെയ്യുക? ജനത്തോട് പറയുക.
ദൈവത്തിന് പ്രവാചകന്മാരെയും പ്രവാചികമാരെയും ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ആലോചന ഉള്ളതുപോലെ പറയുവാനായിട്ട്, ദൈവം നൽകുന്നത് പോലെ പറയുവാനായിട്ട്, അതിനകത്ത് മാറ്റം വരുത്താതെ പറയുവാനായിട്ട്, ദൈവത്തിന്റെ ആലോചന പറയുവാനായിട്ട് ഈ സഹോദരിയെ ദൈവം വിളിച്ച് ആക്കുകയാണ്. അനേക പ്രവചനങ്ങൾ ദബോര ചെയ്തിട്ടുണ്ട്, നിയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നാലെ ഇതിലേക്ക് നമുക്ക് കിടന്നു വരാം. ഇനി ഈ സഹോദരി പാർത്തിരുന്ന സ്ഥലം എവിടെയാ? ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള രാമയ്ക്കും ബഥേലിനും മധ്യേ ഒരു ഈന്തപ്പനയുടെ കീഴിൽ താൻ പാർത്തിരുന്നു. അങ്ങനെയുള്ളൂ. എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല, ലൊക്കേഷൻ മാപ്പും തന്നിട്ടില്ല. എവിടെ? രാമയ്ക്കും പിന്നെ ബഥേലിനും മധ്യേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമുണ്ട്. എന്താ? ഒരു ഈന്തപ്പനയുടെ കീഴ്. അവിടെ അവൾ താമസിച്ചിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, അവൾ കുടുംബമായിട്ട് താമസിച്ചിരുന്നു. ദേശത്തിന്റെ നടുവിൽ താമസിച്ചിരുന്നു. ദൈവിക നിയോഗം അവൾ പ്രാപിച്ചിരുന്നു. മാത്രമല്ല, അവൾ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷകളിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നാം വായിക്കുന്നത്, ഇസ്രായേൽ ജനം ന്യായവിസ്താരത്തിന് വേണ്ടിയിട്ട്, ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് വേണ്ടി അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. എന്താ ന്യായവിസ്താരം? ന്യായവിസ്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ ഉള്ള സംശയങ്ങൾക്ക് നിവാരണം വരുത്തുക, ദൈവത്തിന്റെ അരുളപ്പാട് ചോദിച്ച് അത് നൽകുക, അവരുടെ മധ്യത്തിലുള്ള കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം നൽകുക. ഇതെല്ലാം ന്യായവിസ്താരത്തിൽ പെടുന്ന കാര്യമാണ്. ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിൽ ന്യായപാലനം ചെയ്യുവാനായിട്ട് ഈ സഹോദരിയെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതിന് കാരണം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. 4-ാം അധ്യായം ആദ്യ ഭാഗങ്ങള് നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യേഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോശത്തിൽ പാർത്തിരുന്ന സിസര ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവർ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. നോക്കണേ, ഈ സഹോദരി ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം അത്ര ഈസി ആയിട്ടുള്ള ശുശ്രൂഷാഘട്ടം ആയിരുന്നില്ല. എന്താ? ജനം ദൈവത്തിന് വിരോധമായിട്ട് വീണ്ടും പാപം ചെയ്യുകയാണ്, ദൈവത്തോട് മത്സരിക്കുകയാണ്, അന്യദേവന്മാരെ സേവിക്കാൻ തുടങ്ങുകയാണ്. എന്താ ദൈവം ചെയ്തത്? ഈ ജനത്തെ കഠിനമായിട്ടുള്ള പീഡനത്തിന് വേണ്ടി വിധേയമാക്കുകയാണ്. ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീനെ വിറ്റുകളഞ്ഞു. 20 വർഷം അടിമത്തത്തിലായിരിക്കുകയാണ്. ഇത് ഈസി ആയിട്ടുള്ള ഒരു ജീവിതമൊന്നും അല്ല. ദൈവം ഈ ജനത്തിന്റെ തെറ്റുകളെ കണ്ടോൺ ചെയ്യുന്നവനല്ല, അവൻ ന്യായം വിധിക്കുന്നവനാണ്. അവരുടെ പിന്മാറ്റങ്ങളെ ശിക്ഷിക്കുന്നവനാണ്, ചികിത്സിക്കുന്നവനാണ്. മാനസാന്തരത്തിന് വേണ്ടി ഇതാ കനാന്യ രാജാവിന് വിറ്റുകളയുകയാണ്. 20 സംവത്സരം ഞെരുക്കപ്പെട്ട ഒരു സമൂഹം. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമുക്ക് അതിന്റെ രൂക്ഷതയും നമുക്കറിയത്തില്ല. കാരണം 900 ഇരുമ്പ് രഥങ്ങളുള്ള ഒരു സൈന്യത്തിന്റെ ഉടമസ്ഥനാണ് ഹസോരിലെ രാജാവ്. അതുകൊണ്ട് തന്നെ അവരുടെ കീഴിലുള്ള ജീവിതം അത്ര സുഖകരമല്ല. അവരെ കഠിനമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവരെ ഞെരുക്കിക്കൊണ്ട് ഇരുന്നു 20 വർഷം. 20 വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാര കാലയളവൊന്നുമല്ല. ഇത്രയും കാലയളവ് ഞെരുക്കത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ, ജനത്തിന്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അവരുടെ എല്ലാ റിസോഴ്സസും തീർന്നു പോയപ്പോൾ, സഹോദരന്മാർ പോലും പുരുഷന്മാർ പോലും മുന്നോട്ട് വരുവാൻ മടി കാണിക്കുമ്പോൾ, ഹസോർ രാജാവിന് കീഴടങ്ങി അവരുടെ ശാസനകൾക്ക് കീഴ്പ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയല്ലാതെ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്ത് ഇതാ ഈന്തപ്പനയുടെ ചുവട്ടിൽ ഒരു സഹോദരിയെ ദൈവം നിയോഗിക്കുകയാണ്. ഈ 20 വർഷവും ജനം പീഡിപ്പിക്കപ്പെടുമ്പോൾ, മറ്റാരും ഇവരെ നയിക്കുവാനോ ആലോചന പറയാനോ ഇല്ലായിരുന്നപ്പോൾ, ഈ സഹോദരിയെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. ആ ദേശത്തിന് ന്യായപാലനം ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ വേണ്ടി ഒരു ചാനലായിട്ട് ഈ സഹോദരിയെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇങ്ങനെയുള്ള ചിലരെ ആവശ്യമുണ്ടോ? ഒരു സമൂഹം മുഴുവനും തെറ്റിപ്പോകുമ്പോൾ, ഒരു സമൂഹം മുഴുവനും ദൈവത്തിന് വിരോധമായിട്ട് പോകുമ്പോൾ, ഒരു സമൂഹം മുഴുവൻ ശിക്ഷിക്കപ്പെടുന്ന മാനസിക നിലയിലേക്ക് പോകുമ്പോൾ, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാനായിട്ട് ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചില കാര്യങ്ങൾ പറയുവാൻ,
ചില കാര്യങ്ങൾ ചെയ്യുവാൻ, ചില നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന നിലപാട് എന്താണ്? നാടോടുമ്പോൾ നടുവേ ഓടണം, അല്ലെ? എല്ലാവരും തിന്മയിലേക്ക് പോകുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെയൊക്കെ അങ്ങ് പോയാൽ മതി, അല്ലെ? അവിടെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുവാനായിട്ട് ദൈവം ചിലരെ ഉദ്ദേശിക്കുന്നുണ്ട്, തിരയുന്നുണ്ട്. അത് സഹോദരനാകാം, സഹോദരിയാകാം. കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുവാനായിട്ട് ഒരുക്കമുള്ളവരെ ദൈവം ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. 6-7 വാക്യങ്ങൾ നോക്കണേ. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ. അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു. നോക്കണേ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കാലയളവില് പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. എന്താ ഇതിന്റെ ആശയം? ഇസ്രായേൽ മക്കള് അവിടെ താമസിക്കുന്നെങ്കിൽ പോലും പാതകൾ ശൂന്യമായി. പാതകളിലൂടെ നടക്കുവാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. അവർ വളഞ്ഞ വഴികളിലൂടെ നടന്നു. നേരായ മാർഗത്തിൽ നടക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. വളഞ്ഞ വഴികളിൽ നടന്നു. ദബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷമറ്റുപോയി. ഇവരെ നയിക്കുവാനായിട്ട് ധൈര്യമുള്ള ഒരു വ്യക്തി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ഈ സഹോദരി എഴുന്നേൽക്കുകയാണ്. എ മദർലി ഫിഗർ. ഇസ്രായേൽ ജനത്തിന് മാതാവായി എഴുന്നേൽക്കും വരെ, ഇസ്രായേൽ ജനത്തിന് ആശ്വാസമായിട്ടും, ഇസ്രായേൽ ജനത്തിന് കരുതൽ നൽകുന്നവനായിട്ട്, ഇസ്രായേൽ ജനത്തിന് സ്നേഹം നൽകുന്നവനായിട്ട് ദബോര എഴുന്നേൽക്കും വരെ അവിടെ നായകന്മാർ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവർ നൂതന ദേവന്മാരെ വരിച്ചു. അന്യദേവന്മാരെ സേവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടു. ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ 20 വർഷത്തെ പീഡനത്തിന് ശേഷം ദൈവം ദബോരയോട് ഒരു പ്രവചനം നൽകുകയാണ്, ഒരു കൽപ്പന നൽകുകയാണ്. ആ കൽപ്പന എന്താണ് ദബോരയോട് ദൈവം പറഞ്ഞു? എൻ്റെ 6-ാമത്തെ വാക്യം. 6-7 വാക്യങ്ങൾ. 4-ന്റെ 6-7 വാക്യങ്ങൾ. അവൾ അബീനോവമിന്റെ മകനായ ബാരാക്കിനെ കേദസ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാധിപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഒരു വലിയ നിയോഗം. 20 വർഷത്തെ അടിമത്തം, 20 വർഷത്തെ അവിശ്വസ്തത, 20 വർഷത്തെ നായന്മാരില്ലാത്ത, യുദ്ധ അഭ്യസനമില്ലാത്ത, യുദ്ധ ഉപകരണങ്ങളില്ലാത്ത ഒരു സമൂഹത്തോട് ദൈവം കൽപ്പിക്കുകയാണ്, അല്ലയോ ദബോരയെ, നീ ആരുടെ അടുക്കൽ ചെല്ലുക? ബാരാക്കിനെ നീ വിളിപ്പിക്കുക. ബാരാക്ക് ആരാണ്? അവൻ അബീനോവാമിന്റെ മകനാണ്. അവൻ താമസിക്കുന്നത് കേദസ് നഫ്താലിയിലെ കേദസ്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തില് സങ്കേത നഗരങ്ങളുടെ പേര് പറയുന്നു. സങ്കേത നഗരങ്ങൾ യോർദാന്റെ അപ്പുറത്ത് കിഴക്ക് വശത്ത് 3 സങ്കേത നഗരങ്ങളുണ്ട്. രൂബേൻ ഗോത്രത്തിൽ ബേസർ, ഗിലെയാദ് അല്ലെങ്കിൽ ഗാദിൽ രാമോത്ത്, ബാഷാനിൽ അല്ലെങ്കിൽ മനശ്ശയിൽ ഗോലാൻ. ഇത് യോർദാന്റെ മറുകരയിൽ കിഴക്ക് വശത്തുള്ള ദേശങ്ങളാണ്. അവിടെ 3 പട്ടണങ്ങളുണ്ട്. ഇനി അതിന്റെ പടിഞ്ഞാറ് വശത്ത് 3 പട്ടണങ്ങളുണ്ട്. ഗലീലയിലെ നഫ്താലിയിലെ ഖേദശ്, എഫ്രൈം മലയിലെ ശേഖേം, യഹൂദ മലയിൽ ഹെബ്രോൺ. ഈ യോർദാന്റെ ഇക്കരെയുള്ള 3 പട്ടണങ്ങളാണ്. അതിൽ നഫ്താലി, ഗദീല, ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശത്തുള്ള കേദശ്. ആ കേദശിൽ പാർത്തിരുന്ന ബാരാക്കിനോട് നീ പറയണം. എന്താ പറയേണ്ടത്? ബാരാക്കെ, നീ ഒരു കാര്യം ചെയ്. നീ ഇസ്രായേൽ ജനത്തിൽ നിന്ന് 10,000 പേരെ നീ തിരഞ്ഞെടുത്ത് യുദ്ധത്തിന് പോകാം. ഇതൊരു ദൗത്യമാണ്. ഒരാൾ പോലും മുന്നോട്ട് വരാൻ മടി കാണിക്കുന്ന ഒരു കാലയളവിൽ ബാരാക്കിനോട് ഈ ദബോര പറയുകയാണ്, അല്ലെങ്കിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായാണ്, നീ 10,000 പേരെ ശേഖരിച്ച് യുദ്ധത്തിന് പോവുക.
ഇവർക്ക് എന്താ ട്രെയിനിങ് വല്ലതുണ്ടോ? ബാരാക്കാരാ പട്ടാളക്കാരനായിരുന്നുവോ? ബാരാക്കിന് എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിരുന്നുവോ? അവന് പടച്ചട്ട ഉണ്ടായിരുന്നുവോ? യുദ്ധോപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അവന് കഴിയുമായിരുന്നുവോ? ഇല്ല, ഒന്നുമില്ല. വെറും കൈയോടുകൂടെ നിൽക്കുന്ന ബാരാക്കിനെ വിളിച്ച് പറയുകയാണ്, നീ 10,000 പേരെ ശേഖരിച്ച് എന്ത് ചെയ്യുക, യുദ്ധത്തിന് പോകാം. ആരാ പറയുന്നത്? ദബോരയാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തർ സഹോദരന്മാരുടെ പേര് പറയാം അല്ലേ? നമ്മുടെ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട്, സഹോദര ഒരു 10,000 പേരെ സംഘടിപ്പിച്ച്, അല്ല വേണ്ട, ഒരു 10 പേരെ സംഘടിപ്പിച്ച്, ഒരു 10 പേരെ സംഘടിപ്പിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് നീ മുന്നോട്ട് പോകാം. എന്തായിരിക്കും മറുപടി? പറ്റില്ല സഹോദര, ആരും ഇല്ലാത്തതാണ്. 100 പേരുള്ള അസംബ്ലിയിൽ 10 പേരെ സംഘടിപ്പിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല. എന്തുകൊണ്ടാ സാധിക്കാത്ത? എന്തുകൊണ്ടാ സാധിക്കാത്ത? 10 പേരെ കിട്ടാനില്ലെന്നേ. 10 പേരെ കിട്ടാനില്ല. ബൈബിൾ ക്ലാസ്സിന് 10 പേരെ കിട്ടുമോ? കിട്ടുകയില്ല. പ്രാർത്ഥനായോഗത്തിന് കിട്ടുമോ? കിട്ടുകയില്ല. പരസ്യത്തിന് കിട്ടുമോ? കിട്ടുകയില്ല. ഒരു പൊതുയോഗത്തിന് കിട്ടുമോ? കിട്ടുകയില്ല. ഇത് വലിയ ഹെർക്കൂലിയൻ ടാസ്കാണ്. നമ്മൾ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ച നമ്മളെന്താ പറയും? സഹോദര മറ്റാരെങ്കിലും ഒന്ന് നോക്കാം, അല്ലേ? ഇപ്പൊ വേണ്ട സഹോദര, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. ഇതാണ് എക്സ്ക്യൂസ്. ഇതാണ് ഇസ്രായേലിന്റെ അന്നത്തെ സാഹചര്യം. യുദ്ധത്തിന് പുറപ്പെടാനായിട്ട് മനുഷ്യരില്ലാത്ത ഒരവസ്ഥ, ധൈര്യമുള്ളവരില്ലാത്ത ഒരവസ്ഥ, ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ബാരാക്കിനോട് പറയുകയാണ്, നീ പോയി 10,000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് പോകാം. എന്താണ് ബാരാക്കിന്റെ മറുപടി? നമ്മൾ ബാരാക്കിനെ കുറ്റം പറയും. ബാരാക്ക് എന്താ പറയുന്നത്? ബാരാക്കിന്റെ മറുപടി ശ്രദ്ധിച്ചോളൂ. 8-ാം വാക്യം, 4-ന്റെ 8. നീ കൂടെ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. എന്താ കൽപ്പന? ആരോടാണ്? ബാരാക്കിനോടുള്ള കൽപ്പനയാണ്. ആരുടെ കൽപ്പനയാണ്? യഹോവയുടെ കൽപ്പനയാണ്. യഹോവയുടെ കൽപ്പനയാണ്. ദബോരയോട് പറയണം, നീ ബാരാക്കിനോട് പറയണം 10,000 പേരെ കൂട്ടി യുദ്ധത്തിന് പോകാം. ദബോര അതുപോലെ ആരോട് പറഞ്ഞു? ബാരാക്കിനോട് പറഞ്ഞു. എന്താ ബാരാക്കിന്റെ റെസ്പോൺസ്? നീ കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം. അവിടെ ഇങ്ങ് നിർത്തിയാ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ബാരാക്കിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്, നീ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ പോകയില്ല. ആ സമൂഹത്തിന്റെ ഒരു നേർപരിച്ഛേദം, അവരുടെ മാനസികാവസ്ഥയുടെ ഒരു നേർപരിച്ഛേദം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നീ കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ധൈര്യമില്ലാത്ത ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മൾ ബാരാക്കിനെ കുറ്റപ്പെടുത്തും, അല്ലേ? ബാരാക്കിനെ അല്ല, വേറെ ആരെ വിളിച്ചാക്കിയാലും ഇത് തന്നെ പറയത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹം, ആത്മവിശ്വാസമില്ലാത്ത, ആത്മധൈര്യമില്ലാത്ത ഒരു സമൂഹം, നിവർന്നു നിൽക്കുവാൻ കഴിവില്ലാത്ത ഒരു സമൂഹം, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നിലപാടെടുക്കുവാൻ കഴിവില്ലാത്ത ഒരു സമൂഹം. കൂട്ടത്തിൽ പാടാൻ എളുപ്പമാണ്, കൂട്ടത്തിൽ ഉഴാനും എളുപ്പമാണ്. എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വരുവാൻ ചങ്കൂറ്റമില്ലാത്ത ഒരു സമൂഹം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് ഈ ബാരാക്ക്. ബാരാക്കിന്റെ ഈ ഒരു നിസ്സഹായ അവസ്ഥ നമുക്ക് സഹതപിക്കുകയേ വേണ്ടു. കാരണങ്ങൾ ഉണ്ടാകാം. എന്താ? റിസോഴ്സുകളില്ല, പടക്കോപ്പുകളില്ല, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളില്ല, പരിശീലനം ലഭിച്ചിട്ടില്ല, ആത്മവിശ്വാസമില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, അനേക മാനേജ്മെന്റ് അല്ലെങ്കിൽ സൂത്രങ്ങളൊക്കെ നമ്മൾ റീസൺസ് ആയിട്ട് പറഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ കർത്താവിന്റെ വചനം അനുസരിക്കുന്ന ചിലരെ ദൈവത്തിന് വേണം. കർത്താവ് ബാരാക്കിന്റെ മിടുക്ക് കൊണ്ടല്ല ഈ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നു. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ യുദ്ധം ആര് ചെയ്ത യുദ്ധമല്ല, ഇസ്രായേൽ ജനം ചെയ്ത യുദ്ധമല്ല. യഹോവയാണ് ആരംഭിച്ചത്, യഹോവ തന്നെ അത് നടത്തുന്നു, യഹോവ തന്നെ അത് അവസാനിപ്പിക്കുന്ന യുദ്ധമാണ്. ഇവിടെ ദബോരയും ബാരാക്കും ഒക്കെ ദൈവത്തിന്റെ നിയോഗങ്ങളായിട്ട് ചില ടൂൾസ് ആയിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദബോരയല്ല യുദ്ധം ചെയ്യിച്ചത്, ബാരാക്കുമല്ല യുദ്ധം ചെയ്യിച്ചത്. പിന്നെയോ
യുദ്ധം ജയിച്ചതും ചെയ്തതുമൊക്കെ യഹോവയായ ദൈവം തന്നെയാണ്. എന്നാൽ ദൈവത്തിനിത് ദബോരയുടെയും ബാരാക്കിന്റെയും സഹായമില്ലാതെ ചെയ്യുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദബോരയും വേണ്ട, ബാരാക്കും വേണ്ട, ദൈവത്തിന് യുദ്ധം ചെയ്യാനും യുദ്ധം ജയിക്കാനും സാധിക്കും. എന്നാൽ ദൈവം നമ്മെ വിളിച്ചാക്കുന്ന എന്തിനെന്നറിയാമോ? ഒരു പങ്ക് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്, ഒരു പങ്ക് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. യഹോവയ്ക്ക് ചെയ്യുവാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, യഹോവയ്ക്ക് യുദ്ധം ചെയ്യാനായിട്ട് റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന് യുദ്ധം ചെയ്യുവാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ, അല്ലയോ ദബോരേ, നിനക്കൊരു പങ്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലയോ ബാരാക്കേ, ദൈവം നിനക്കൊരു പങ്ക് തരാൻ ആഗ്രഹിക്കുന്നു. നീ യുദ്ധാഭ്യാസമൊന്നും കാണിക്കണ്ട, നീ മികവൊന്നും കാണിക്കണ്ട. നിന്റെ ഉള്ളതുപോലെ ഉള്ള അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവരെ, യുദ്ധം ചെയ്യുവാൻ വേണ്ടി അഭ്യാസത്തിന് പോകുന്ന നാം ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളുക. നമ്മുടെ അഭ്യാസ മികവ് കൊണ്ടല്ല ദൈവം യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ അഭ്യാസ മികവ് കൊണ്ടല്ല ദൈവം ശുശ്രൂഷ ചെയ്യിക്കുന്നത്. പിന്നെയോ, ഒന്നുമില്ലാത്തവരെ എടുത്ത് ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് ദൈവം നിയോഗിക്കുകയാണ്. നിന്നു കൊടുക്കുമോ? അതോ ബാരാക്കിനെ പോലെ ഒഴിഞ്ഞു മാറുമോ? ഭയം ബാരാക്കിനെ കീഴടക്കുകയാണ്. 10,000 പേരെ ഞാനെങ്ങനെ സംഘടിപ്പിക്കും? ഭയപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മധ്യ ആരെയാ ഭയപ്പെടുന്നത്? യാബീനെയാണ് ഭയപ്പെടുന്നത്, സീസറയാണ് ഭയപ്പെടുന്നത്, ഇരുമ്പ് രഥങ്ങളെയാണ് ഭയപ്പെടുന്നത്, നായകനില്ലാത്തതിനെയാണ് ഭയപ്പെടുന്നത്, ഒരു സഹോദരി നേതൃസ്ഥാനത്ത് നിൽക്കുന്നതാണ് ഭയപ്പെടുന്നത്. ഇതാ ഭയത്തിന്റെ കാര്യം. ക്വാളിറ്റിയുള്ള ഒരാളെയും കിട്ടിയില്ല, നയിക്കാൻ വേണ്ടി മിടുക്കുള്ള ആരെയും കിട്ടിയില്ല. ഭയപ്പെടാതെ എങ്ങനെ ഇരിക്കും? ഈ ഒരു സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്യുകയാണോ? ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ്. ബാരാക്കിനോട് ഈ ദബോര പറയുകയാണ്, കൊള്ളാം, ഞാൻ കൂടെ വരാം. എന്താ അവിടുത്തെ പ്രശ്നം? 9-ാം വാക്യം, ഞാൻ നിന്നോട് കൂടെ പോരാ, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ ചെയ്തില്ല എങ്കിൽ ഞാൻ കൂടെ വരാം, പക്ഷേ എന്തുണ്ടാകില്ല? നിനക്ക് ബഹുമാനം ഉണ്ടാകയില്ല. പിന്നെ എന്താ? യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിലേൽപ്പിക്കും. നമ്മുടെ റിലക്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനത്തെ തടസ്സം ചെയ്യുന്ന ഒരു കാര്യമല്ല. ബാരാക്ക് ഇവിടെ ഒഴികഴിവ് പറഞ്ഞപ്പോൾ ദൈവം എന്താ പറയുന്നത്? ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. നിന്നെ ഏൽപ്പിച്ചത് നിന്റെ കൈയാൽ സീസറയെ കൊല്ലാനായിട്ടാണ് എന്റെ ഹിതമായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചാക്കിയത്, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ നിയോഗിച്ചത്. എന്നാൽ നിന്റെ ഒഴികഴിവ് കൊണ്ട്, നിന്റെ മാറിക്കളയൽ കൊണ്ട്, നിന്റെ ഭയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു സ്ത്രീയുടെ കയ്യിലേൽപ്പിക്കുക. ഒരു സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആരെന്നൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകും. ദൈവം നമുക്ക് നൽകിയ നിയോഗങ്ങളെ നമ്മൾ വെറുതെ ആക്കി കളയുമ്പോൾ, അതിന്റെ മുമ്പാകെ ഒഴിഞ്ഞു മാറുമ്പോൾ ദൈവം ഒരു സ്ത്രീയുടെ കയ്യിൽ എന്തേൽപ്പിക്കും? സീസറയെ ഏൽപ്പിക്കും. ദൈവത്തിന് ഇഷ്ടമുള്ള മറ്റാരെയെങ്കിലും ഏൽപ്പിക്കും. പിന്നെ ബാരാക്കെ, നീ ദുഃഖിച്ചൊരു കാര്യം ഇല്ല. ദൈവത്തിന് ആരും ഇന്നവിറ്റബിൾ അല്ല, ദൈവത്തിന് ആരും വേണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് കഴിവില്ലാത്തവരായാലും ദൈവത്തിന് മതി. നമുക്ക് അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഭയമുള്ളവരെയും നിർധനരെയും കുലമഹിമയില്ലാത്തവരെയൊക്കെ ദൈവം എടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗം ലഭിച്ചവരും വരാതിരിക്കുമ്പോൾ. ഇവിടെ ഇതാ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ബാരാക്ക് പോകുന്നുണ്ടോ? ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? 10,000 പേരെ സംഘടിപ്പിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയാൽ 10,000 പേരല്ല, ഇൻ എഫക്ട് 40,000 പേര് വന്നിട്ടുണ്ട്. ഓക്കെ,
40,000 പേര് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ 5-ാമത്തെ അധ്യായത്തിൽ പോരുക, 8-ാമത്തെ വാക്യം. ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയവും കുന്തവും കണ്ടതേ ഇല്ല. 40,000 മധ്യേ എന്ന് പറഞ്ഞാൽ യുദ്ധം സംഭവിക്കുന്ന സമയത്ത് 10,000 പേരെ വിളിച്ചു വരുവാൻ പറഞ്ഞു. ഇപ്പൊ എത്ര പേരെത്തി? 40,000 പേരുണ്ട്. അവരുടെ കയ്യിൽ എന്തില്ല? പരിചയമില്ല, കുന്തവും ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ്. ഓക്കെ, ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം ആരും ഈ ദൗത്യത്തിന് വരികയില്ല. എന്നാൽ ദൈവത്തിന് ഇഷ്ടംപോലെ ആൾക്കാരെ വേർതിരിക്കാൻ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് ഈസബെലിനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ മുമ്പാകെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രം ശേഷിച്ചിരിക്കും, ഞാൻ മാത്രം ശേഷിച്ചിരിക്കും, വേറെ ആരുമില്ലല്ലോ ദൈവമേ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിനോട് ഉണ്ടായതെന്തെന്നാൽ എന്താ? ബാലിന് മടങ്ങാത്ത മുഴങ്കാലുകളുള്ള 7,000 പേരെ ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ആരുമില്ല, പക്ഷേ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജാഗരിക്കുന്ന അനേകരുണ്ട്. അവർ വീടുകളിലായിരിക്കാം, അവർ രഹസ്യമായിട്ടായിരിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. ആരുമില്ല എന്ന് നാം ഒരുപക്ഷെ പബ്ലിസിറ്റി കൊടുത്തു എന്ന് വന്നേക്കാം. എന്നാൽ കർത്താവിനെ ഉണ്മയായിട്ട് സ്നേഹിക്കുന്ന അനേകരുണ്ട്. കർത്താവിനെ പിൻപറ്റുന്ന അനേകരുണ്ട്. അവർ കർത്താവിന് വേണ്ടി സ്വമേധയായി ഇറങ്ങി വരുന്നവരാണ്. ദർ വോളണ്ടറി മിനിസ്റ്റേഴ്സ്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വമേധയായി ഇറങ്ങി വരുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇത് 13-ാമത്തെ വാക്യത്തിൽ ആ യുദ്ധത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ 2 കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഒന്ന്, ദബോര, ദൈവത്തിന്റെ നിയോഗത്തിന് അനുസരണം കാണിക്കുന്ന ഒരു മാന്യ വനിത. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ആ സമൂഹത്തിന് അല്പമെങ്കിലും ദൈവിക വെളിച്ചം നൽകുവാനായിട്ട് ദൈവിക നിയോഗത്താൽ എഴുന്നേറ്റ് വന്ന ഒരു വനിത. തന്റെ ദൗത്യം പ്രവാചക ദൗത്യം മാത്രമല്ല, ന്യായപാലന ദൗത്യവും വിശ്വസ്തയോടെ ചെയ്യുവാൻ, തുടർമാനമായിട്ട് ചെയ്യുവാൻ നീണ്ട 20 വർഷങ്ങൾ ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ആ ശുശ്രൂഷ മുടക്കം കൂടാതെ ചെയ്യുന്ന ഒരു വനിത. രണ്ടാമത്, ബാരാക്കെ, നീ ഒരു സോൾജർ ആയിട്ടല്ല നിന്നെ ഞാൻ വിളിച്ചത്, നീ ഒരു യുദ്ധതന്ത്രജ്ഞനായിട്ടല്ല വിളിച്ചത്, നീ ഒരു നേതാവായിട്ടുമല്ല വിളിച്ചത്. എന്നാൽ എനിക്കൊരാളെ ആവശ്യമുണ്ട്, ഈ യുദ്ധത്തിൽ ഒരു പങ്ക് നൽകുവാൻ എനിക്കൊരാളെ വേണം എന്ന് പറഞ്ഞ് ബാരാക്കിനെ വിളിച്ചപ്പോൾ അത് മുഴുവനായിട്ട് അനുസരിക്കുന്നതിന് പകരം തന്റെ ആത്മവിശ്വാസക്കുറവ്, തന്റെ ഭയവുമൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് തനിയെ വരാൻ പറ്റില്ല. ആ നിയോഗത്തെ തിരസ്കരിച്ചത് കൊണ്ട് ബാരാക്കിനെ ലഭിക്കാമായിരുന്ന അനേക അവസരങ്ങളെ നഷ്ടപ്പെടുത്തി. സീസറെ കൊല്ലുവാനായിട്ട്, ഒരു വിജയം ലഭിക്കുവാനായിട്ട് ബാരാക്കിനെ ദൈവം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതൊരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇനി ബാരാക്കിനെ നമ്മൾ ഇത്രയും കുറ്റം പറഞ്ഞല്ലോ, ബാരാക്കിന്റെ ആത്മവിശ്വാസക്കുറവ് ശരിയാണ്, ബാരാക്കിന്റെ ഭീതി, ഭയം, അതൊക്കെ ശരിയാണ്, ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള മടിയൊക്കെ ശരിയാണ്. നാമും ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമുള്ളവരല്ല, നാം ഇതേപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുന്ന കൂട്ടത്തിൽ ആരുടെ പേര് പറഞ്ഞിട്ടുണ്ട്? ബാരാക്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കുറ്റം പറഞ്ഞിട്ട് ബാരാക്കിനെ നിങ്ങൾ എഴുതി തള്ളരുത്. ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. നമ്മുടെ കുറവുകളെ ദൈവത്തിനറിയാം, നമ്മുടെ ബലഹീനതകളെ ദൈവത്തിനറിയാം, നമ്മുടെ കഴിവില്ലായ്മയും തെറ്റുകളും ഒക്കെ ദൈവത്തിനറിയാം. എന്നാൽ യഹോവയിൽ വിശ്വാസം അർപ്പിച്ച് ആ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി വന്ന ആ ബാരാക്കിനെ കുറിച്ച് എന്താണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്? വായിച്ചാട്ടെ. കാരണം ഈ പേര് വളരെ പെട്ടെന്ന് കാണുന്ന ഒരിടത്തല്ല കിടക്കുന്നത്. ബാരാക്കിന്റെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം. ഓക്കെ, 32-ാമത്തെ വാക്യം. ഓക്കെ, ഇനി എന്ത് പറയേണ്ടു? 11:32. ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇപ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി
വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി. അടുത്ത വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എന്താ? ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ ബലഹീനതയിൽ ശക്തി പ്രാപിച്ച അനേകരെ കുറിച്ച്. ആരൊക്കെയുണ്ട് കൂട്ടത്തില്? ഗിദെയോനുണ്ട്, അല്ലെ? ശിംശോനുണ്ട്. ശിംശോനോടും ഗിദെയോനോടും ചേർത്ത് ആ പേര് പറഞ്ഞിരിക്കുകയാണ്. ദാവീദിനോട് ചേർത്ത് ആ പേര് പറഞ്ഞിരിക്കുകയാണ്. ശമൂവേലിനോട് ചേർത്ത് ഈ പേര് പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്നവരുടെ കൂട്ടത്തിൽ ബലഹീനതകളിൽ എന്താ? ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. ബലഹീനതയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു ബാരാക്ക്. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ശക്തിഹീനരാണെങ്കിൽ, ഭയം കൊണ്ട് നിറഞ്ഞവരാണെങ്കിൽ, സംശയം കൊണ്ട് നിറഞ്ഞവരാണെങ്കിൽ, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് ധൈര്യമില്ലാത്തവരാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആവശ്യമുണ്ട്. ബലഹീനതയിൽ ശക്തി പ്രാപിക്കുവാനായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എങ്ങനെയാണ് യുദ്ധവിജയം? 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് മെഗദോ താഴ്വരയുടെ ആ ഭാഗത്ത് കഴിഞ്ഞ 20 വർഷങ്ങൾ ഇസ്രായേൽ ജനത്തിന് ഭീഷണിയായിട്ട് നിന്ന ഒരു സമൂഹം, യുദ്ധതന്ത്രത്തിൽ മികവുള്ളവർ, 20 വർഷം ഇസ്രായേൽ ജനത്തെ പേടിപ്പിച്ചവർ, അവരുടെ മുമ്പാകെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആരൊക്കെ ചേർന്ന വരുന്നത്? ബാരാക്ക് ഒറ്റയ്ക്കല്ല. ബാരാക്കിന്റെ കൂടെ ആരുണ്ട്? ദബോരയുണ്ട്, അല്ലെ? എവിടെയാ അവർ വന്നിരിക്കുന്നത്? ഈ കേരസിൽ നിന്ന് താബോറിന്റെ ഭാഗത്തേക്ക് വരികയാണ്. നഫ്താലിയിൽ നിന്നും സബൂലിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരെ ശേഖരിച്ചുകൊണ്ട് താബോർ പർവ്വതത്തിന്റെ മുകളിൽ നിന്നിട്ട് ഇതാ കീശോൻ തോട്ടിന്റെ ആ താഴ്വര, സാറിന് ജസ്രീൽ താഴ്വര എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മധ്യഭാഗത്തായിട്ടുള്ള കർമ്മേൽ പർവ്വത നിരകളുടെ ഈ ഭാഗത്തുള്ള ഇപ്പുറത്തെ വശത്തുള്ള ഒരു താഴ്വരയാണ്. കീശോൻ തോടാണ് അതിന്റെ താഴ്വാരത്തെ നദി എന്ന് പറയുന്നത്. ആ താഴ്വരയിലാണ് ആരുടെ സ്ട്രോങ് ഹോൾഡ്? സീസറയുടെ സ്ട്രോങ് ഹോൾഡ്. പർവ്വതങ്ങളിൽ ഈ ഇരുമ്പ് രഥങ്ങൾ കയറുമോ? പർവ്വതങ്ങളിൽ ഇരുമ്പ് രഥങ്ങൾ കയറുമോ? ഓടിക്കാൻ പറ്റില്ല. താഴ്വരകളിലാണ് അവരുടെ സ്ട്രോങ് ഹോൾഡ്. ഇതാ ആ താബോർ പർവ്വതത്തിന്റെ മുകളിൽ ഇത്രയും പേര് നിരന്ന് നിൽക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാർ നിരന്ന് നിൽക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി വട്ടം കൂട്ടുകയാണ്. എന്താ യുദ്ധം? ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നത് അവർക്ക് കയറി ഓടിക്കാൻ ഒരു കുതിര പോലുമില്ല, അല്ല ഒരു കോവർ കഴുത പോലുമില്ല. അവർ ചാടി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കാല് കൊണ്ട് ചാടി പോകാനല്ലാതെ ഓടിപ്പോകാനല്ലാതെ വേറെ ഒന്നിനും അവരുടെ ഇല്ല. അവരുടെ കയ്യിൽ ആകപ്പാടം ഉണ്ടായിരുന്നത് എന്താണ്? വില്ലുകൾ മാത്രമാണ്. അമ്പും വില്ലും മാത്രമേ ഉള്ളൂ. വേറെ ഇരുമ്പായുധങ്ങളൊന്നും തന്നെയില്ല. ഒരു യുദ്ധാഭ്യാസവുമില്ല. സംഘടിതരല്ല, ട്രെയിൻഡ് അല്ല. അങ്ങനെ ഒരു സമൂഹം താബോർ മലയുടെ മുകളിൽ നിന്ന് ഈ താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യന്റെ പ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന രഥങ്ങൾ അവിടെയുണ്ട്. ഇരുമ്പ് രഥങ്ങളുണ്ട്. വലിയ ട്രെയിൻഡ് ആയിട്ടുള്ള ഭടന്മാരവിടെയുണ്ട്. അവിടെ രഥത്തിന്റെ ഓട്ടത്തിന്റെ ഒച്ച ഇവരുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. എന്നാൽ എന്താ അവിടെ സംഭവിച്ചത്? എങ്ങനെയാ യുദ്ധം ചെയ്തത്? ഇവർ യുദ്ധം ചെയ്തിട്ടല്ല, ഇവര് വില്ല് കൊലച്ചിട്ടുമല്ല. അവസാനം അവരെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യുദ്ധം എങ്ങനെയാണ് എന്നുള്ളത് 5-ാം അധ്യായത്തിൽ വരിക. 4, 5, 6 വാക്യങ്ങൾ 5-ാം അധ്യായം. എന്താ യുദ്ധം? ഇവിടെ ദൈവത്തിന്റെ യുദ്ധം. ബാരാക്കിനും ദബോരയ്ക്കും എന്താ പണി? ദൈവം എങ്ങനെയാ യുദ്ധം ചെയ്യിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. യഹോവേ, നീ സെയീരിൽ നിന്ന് പുറപ്പെടുകയിൽ ഏദോമ്യ ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. എന്താ 13-ാം വാക്യം വായിച്ചോളൂ. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവ ഇറങ്ങി. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇവിടെ സംഭവിച്ചത് ദൈവം ശക്തമായിട്ടുള്ള മഴ അങ്ങ് പെയ്ച്ചു. മഴ കൊണ്ട് യുദ്ധം ചെയ്യിക്കുമോ? യുദ്ധം ചെയ്യിക്കും. ഇവരുടെ രഥങ്ങളെല്ലാം പുതഞ്ഞുപോയി. രഥങ്ങൾ പുതഞ്ഞു പോയാൽ പിന്നെ ഈ ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ ഇറങ്ങി ഓടുകയാണ്. ആ സമയത്താണ് ബാരാക്കിനോടും കൂട്ടരോടും പറയുന്നത്, വെട്ടുവിൻ. ഈ 10,000 പേരും കിട്ടിയതൊക്കെ എടുത്ത് വെട്ടി. അങ്ങനെ എന്ത് ചെയ്തു?
ഈ സീസറയുടെ സൈന്യം മുഴുവൻ കൊല്ലപ്പെടുകയാണ്. ഒരാൾ രക്ഷപ്പെട്ടു. ആരാ? സീസറ രക്ഷപ്പെട്ടു. ഇറങ്ങി ഓടുകയാണ്. 15-ാം വാക്യം, 4:15. ഓക്കെ. യഹോവ സീസരെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോശത്ത് വരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ വീണു. ഒരുത്തനും ശേഷിച്ചില്ല. സീസര ഓടിപ്പോവുകയാണ്. ബാക്കി എല്ലാവരും അവിടെ കൊല്ലപ്പെടുകയാണ്. ഇനി എങ്ങനെയാണ് സീസറെ കൊല്ലപ്പെടുന്നത്? ഈ പടനായകൻ യാബീന്റെ പടത്തലവൻ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? ഈ പോകുന്ന വഴിയിൽ ദൈവം എന്താ കൽപ്പിച്ചിരിക്കുന്നത്? സീസറയെ ഞാൻ ഒരു സ്ത്രീക്ക് ഏൽപ്പിക്കും. ആരാണ് ആ സ്ത്രീ? ഓക്കെ, 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. എന്നാൽ സീസറെ കാൽനടയായി കേന്യനായ ഹേബറിന്റെ ഭാര്യ യാവേലിന്റെ കൂടാരത്തിലേക്ക് പോയി. കേന്യനായ ഹേബറിന്റെ ഗ്രഹവും ഹാസോർ രാജാവായ യാബിനും തമ്മിൽ സമാധാനമായിരുന്നു. ഓക്കെ. യായേൽ സീസറെ എതിരേറ്റ് ചെന്ന് അവനോട് ഇങ്ങോട്ട് കയറിക്കൊള്ളുക, യജമാനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി. ഇതാരാണ് ഈ യായേൽ? യായേൽ എന്ന് പറയുന്നത് 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മോശയുടെ അളിയനായ കേന്യനായ ഹേബർ, മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സാനന്യമിലെ കരിബേലെ വരെ. ഇവിടെ ഇതാ മോശയുടെ അളിയന്റെ പേര് ഹോബാബ്. ഹോബാബിന്റെ കുടുംബത്തിൽ പെട്ട ഒരു സഹോദരിയാണ് ആര്? ഈ യായേൽ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സീസറയുടെ രാജാവ് യാബീനുമായിട്ട് ഉടമ്പടിയൊക്കെ ഉള്ളതാണ്. എന്നാൽ ആ കുടുംബത്തിൽ, ശത്രുവിന്റെ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് യായേൽ എന്ന് പറയുന്നത്. യായേൽ ഈ സീസറയെ ഓടി പകച്ചു വരുന്ന സീസറയെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റുകയാണ്. അവന് ഭക്ഷണം കൊടുക്കുകയാണ്. വെള്ളം ചോദിച്ചു. അവന് കുടിക്കുവാനായിട്ട് തുരുത്തിയിൽ നിന്ന് പാലെടുത്ത് നൽകി. അവൻ ക്ഷീണിച്ചിരിക്കുന്നു, അവൻ ഭയന്നിരിക്കുന്നു. അവൻ അവിടെ കിടത്തി പുതപ്പിച്ച് ഉറക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ സീസര പേടിച്ച് പറയുകയാണ്, അല്ലയോ യായേലേ, നീ വാതിക്ക് നിന്നോണം. കാരണം എന്നെ പിന്തുടർന്ന ആൾക്കാർ വരുന്നുണ്ട്, നീ വാതിൽക്കൽ നിന്നോണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? 20-ാം വാക്യം, 4:20. അവൻ അവളോട്, നീ കൂടാരവാതിൽക്കൽ നിൽക്കാം, വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. യായേലിന്റെ വീട്ടിൽ കൂടാരത്തിൽ സീസരെ കിടന്നുറങ്ങാൻ നേരത്ത് യായേലിനോട് പറയാം, നീ ഇവിടെ നിന്നോണം, വാതിൽക്കൽ നിന്നോണം. ആരെങ്കിലും വന്ന് എന്നെ അന്വേഷിച്ചാൽ ഇല്ല എന്ന് പറയണം. അങ്ങനെ യായേലിന്റെ സംരക്ഷണയിൽ ഈ സീസരെ കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ഉറക്കം. ആ സമയത്താണ് യായേൽ ഒരു കാര്യം ചെയ്യുന്നത്. എന്താ എടുത്തത്? ടെന്റ് കെട്ടുന്ന കുറ്റി ഉണ്ടായിരുന്നു, കുറ്റിയടിക്കാനുള്ള ചുറ്റിക ഉണ്ടായിരുന്നു. ആ കുറ്റിയെടുത്തു, ചുറ്റിക എടുത്തു. ഈ കിടന്നുറങ്ങുന്ന സീസരയുടെ ചെന്നിയില് എന്താ അടിച്ചിറക്കി? ആ കുറ്റി അടിച്ച് ഇറക്കി. അത് നിലത്ത് അത് ആഴ്ന്ന് നിന്നു. അങ്ങനെ സീസറെ കൊല്ലപ്പെടുകയാണ്. യായേലിനെ ദൈവം എന്തിനാണോ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചത്? യായേലിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്ര ആശാവഹമൊന്നുമല്ല. കാരണം ഈ കനാന്യ രാജാവിനോട് സന്ധി ചെയ്ത ഒരു കുടുംബത്തിലെ വ്യക്തിയാണ്, അല്ലെ? മോശയുടെ അളിയന്റെ കുടുംബത്തിലാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തോട് എതിരിടുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്ന ഒരാളോട് സന്ധി ചെയ്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ യായേലിനോട് ചോദിച്ചു നോക്കുക, യായേൽ എന്തിനാ ഇത് ചെയ്തത്? യായേൽ എന്തിനാ ഇത് ചെയ്തത്? ദൈവം യായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ബാരാക്ക് ഒഴിഞ്ഞു മാറിയപ്പോൾ ഒരു സ്ത്രീയെ ദൈവത്തിന് വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് യായേലിനെ ദൈവം ഒരുക്കിയത്. യായേൽ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിന് യാതൊരു റീസണും നമുക്കില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവളുടെ ഹൃദയം ഇസ്രായേൽ ജനത്തിന്റെ വേദനയോട് ചേർന്ന് നിന്നിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ആ ജനത്തെ സഹായിക്കുവാനായിട്ട് തനിക്ക് സാധ്യമാകുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തന്റെ കുടുംബം മുഴുവൻ ആരുടെ പക്ഷത്താണ്? ശത്രുപക്ഷത്താണ്. എന്നാൽ അവിടെ ദൈവത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ, ഈ ശത്രുവിനെ വീട്ടിനകത്ത് വെച്ച് തീർക്കുവാനായിട്ട് ആർക്കിടവന്നു? ഈ യായേലിന് ഇടവന്നു.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം യായേലിനെ അതിനുവേണ്ടി ഉപയോഗിച്ചു. ബാരാക്കെ, നീ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പകരമായിട്ട് ദൈവം കണ്ട വ്യക്തിയാണ് ഈ സീസൺ. ഇതേപോലെ പലരെയും ദൈവം തിരഞ്ഞെടുക്കാറുണ്ട്. നമുക്കറിയാം, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുന്ന സമയത്ത് സാരഭാത്തിലെ ഒരു വിധവയെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, എന്താ, ഇതാ ഒരു പ്രവാചകൻ വരുന്നുണ്ട്, അവനെ നീ സംരക്ഷിച്ച് കൊള്ളണം. നോക്കണേ, അന്ന് അനേക സ്ത്രീരത്നങ്ങൾ അവിടെയുണ്ട്, അനേക വിധവമാർ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കാം. എന്നാൽ ആ സ്ത്രീയെ ദൈവം പ്രത്യേകിച്ച് ചൂസ് ചെയ്തിട്ട് എന്താ പറയുകയാണ്, നീ ആരെ സംരക്ഷിച്ചു കൊള്ളണം? ഈ ഏലിയാവിനെ സംരക്ഷിച്ചു കൊള്ളണം. ഏലിയാവിനോട് ദൈവം പറയാണ്, ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. അത് പുരുഷനെന്നല്ല, സ്ത്രീ എന്നില്ല. മനസ്സുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം. നിന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? ദൈവം ചില അവസരങ്ങളെ നമുക്ക് തരുമ്പോൾ അത് വിനിയോഗിക്കുവാനായിട്ട് നാം നിന്നു കൊടുക്കുമോ? അതോ സംശയിച്ച് നാം വഴിമാറിപ്പോകുമോ? ഈ വലിയ ദൗത്യത്തിനിടയിൽ രണ്ട് കൂട്ടരെ ദൈവം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. ഈ യുദ്ധത്തിന് വേണ്ടി സർവാത്മനായി ഇറങ്ങി വന്ന ഒരു കൂട്ടരുണ്ട്. ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു കൂട്ടർ. 5.5 ഗോത്രങ്ങള് ഈ യുദ്ധത്തിന്റെ പിന്നിൽ അണിനിരുന്നപ്പോൾ ബാക്കി 5.5 ഗോത്രങ്ങൾ മടിച്ചു നിൽക്കുകയാണ്. ഈ രണ്ടുപേരെയും കമന്റ് ചെയ്യാതിരിക്കുവാൻ ദൈവാത്മാവിന് സാധ്യമല്ല. നോക്കണേ, ഞാൻ പെട്ടെന്ന് വായിച്ചു വിടട്ടെ. 13 മുതൽ 5:13 മുതൽ ഞാനങ്ങ് വായിക്കുകയാണ്. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൻ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ സമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും സബൂനിൽ നിന്ന് നായക ദണ്ഡധാരികളും ഇസ്സാഖാർ പ്രഭുക്കന്മാർ ദബോരയോടുകൂടെ ഇസ്സാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. ഇവിടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, 5.5 ഗോത്രങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഈ യുദ്ധത്തിന് വേണ്ടി ബാരാക്ക് നഫ്താലിയിലും സബൂലിലും ചെന്ന് വിളിച്ചപ്പോൾ അതിനോട് ചേർന്ന് അണിനിരന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. അവരെല്ലാം ദൈവാത്മാവ് പ്രശംസിക്കുന്നുണ്ട്, അല്ലെ? സ്വമേധയാ സേവിച്ചതിന് യഹോവയെ വാഴ്ത്തുവിൻ. ഇവര് നിർബന്ധത്താൽ വന്നവരല്ല, സ്വമേധയായി ഇറങ്ങി വന്നവരാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ഈ വലിയ യുദ്ധത്തിൽ, ദൈവത്തിന്റെ യുദ്ധത്തിൽ പങ്കുചേരാതെ പോയ ചിലര് 23-ാം വാക്യത്തിൽ അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്കായി തുണയായി തന്നെ. യഹോവയ്ക്ക് തുണയായിട്ട് വരാത്ത ചിലരെ കുറിച്ച് ഞാൻ പറഞ്ഞങ്ങ് വിടുകയാണ്. 5.5 ഗോത്രങ്ങൾ. ആരൊക്കെയാ? ആരും മോശക്കാരൊന്നുമല്ല. രൂബേന്റെ നീർച്ചാലുകൾക്ക് അരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. രൂബേൻ യോർദാന്റെ കിഴക്ക് വശത്ത് ഉള്ള ഗോത്രമാണ്. ഓക്കെ, ഘനമേറിയ മനോനിർണയങ്ങൾ കൊണ്ട്. പക്ഷേ കാലുകൾ ഇങ്ങോട്ട് പോയില്ല. കാലുകൾ യുദ്ധത്തിന് വേണ്ടി ഈ കൂട്ടത്തോട് പോയില്ല. ആട്ടിൻകൂട്ടത്തിനെതിരെ കുഴലൂത്ത് കേൾക്കുവാനായിട്ട് അവർ നിന്നു കൊടുത്തു. യോർദാന്റെ കിഴക്ക് മേച്ചിൽപ്പുറങ്ങളിൽ ആട്ടിൻകൂട്ടങ്ങളുടെ മധ്യത്തിൽ കുഴലൂത്ത് കേൾക്കുവാനായിട്ട്. വിശദീകരിക്കുന്നില്ല. നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതുണ്ട്. യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് ഒരു നിയോഗം വരുമ്പോൾ കുഴലൂത്ത് കേൾക്കുവാനായിട്ട് നിന്നു കൊടുക്കുന്ന ഒരു സമൂഹം, ആട്ടിൻകൂട്ടത്തിനെതിരെ നിന്നു കൊടുക്കുന്ന ഒരു സമൂഹം. രൂബേൻ ശക്തമായ ഗോത്രമാണ്, അല്ലെ? മൂത്ത മകനല്ലേ? മൂത്ത മകൻ രൂബേൻ ഗോത്രങ്ങളില് മൂത്ത മകനാണ്. എന്തേ? ആട്ടിൻകൂട്ടങ്ങൾക്ക് അരികെ, ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിൽ കുഴലൂത്ത് കേൾക്കുവാൻ. പലപ്പോഴും നമ്മളും അങ്ങനെ നിന്നിട്ടില്ലേ? ഘനതരമായിട്ടുള്ള ശുശ്രൂഷകൾ നമ്മോട് ദൈവം ചെയ്യുവാനായിട്ട് പറയുമ്പോൾ നാം ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവർ. വീണ്ടും മനോനിർണയങ്ങളൊക്കെ ഘനകരമായിട്ട് 2 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നു. ഗിലെയാദ് യോർദാൻ അക്കരെ പാർത്തു. ഓക്കെ, അവര് യോർദാന്റെ ഇപ്പുറത്ത് പോലും വന്നിട്ടില്ല. ഗാദ് അവര് യോർദാൻ അക്കരെ തന്നെ നിന്നു. ഇവിടെ യോഗം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അക്കരെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ യുദ്ധം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അക്കരെ തന്നെ നിൽക്കുകയാണ്. ഇനി ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നതുണ്ട്. ദാൻ പടിഞ്ഞാറ് വശത്തുള്ള ഗോത്രമാണ്, സമുദ്രതീരത്തുള്ള ഗോത്രമാണ്. അവരുടെ തുറമുഖ പട്ടണങ്ങൾ ഉള്ള സ്ഥലമാണ്. കപ്പലുകൾക്ക് വേറൊരു ട്രാൻസ്ലേഷൻ പറയും, ദേ ആർ ഹൈഡിങ് ബിഹൈൻഡ് ദ ഷിപ്സ്.
ഒളിച്ചിരിക്കുകയാണ്. എവിടെയാ? ബിഹൈൻഡ് ദ ഷിപ്സ്. ഷിപ്സിന്റെ അടിയിൽ നിൽക്കുക, മറവിൽ നിൽക്കുകയാണ്. എന്തേ യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടായപ്പോൾ ഇറങ്ങി പുറപ്പെട്ടില്ല? ആശേർ, നമ്മുടെ ആശേർ അല്ല കേട്ടോ, ആശേർ ഗോത്രം എന്താ? സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അനങ്ങാതിരിക്കുന്നതുകൊണ്ട് ഒരു ചൂണ്ടയിടുകയായിരിക്കാം. സമുദ്രതീരത്ത് അനങ്ങാതിരിക്കുന്നതുകൊണ്ട് ചൂണ്ടലിടുകയായിരിക്കാം. അല്ലേ പ്രിയമുള്ളവരെ? ദൈവം ഇവരോട് പറയുകയാണ്, സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളത്തിൽ നിൽപ്പുണ്ട്. ഓക്കെ, പ്രാണനെ ത്യജിച്ച് പോർക്കളത്തിൽ നിന്ന് പൊരുതുന്ന നഫ്താലിയും സെബൂലൂനും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു കൂട്ടർ യോർദാനക്കരെ നിൽക്കുന്നു, ആട്ടിൻകൂട്ടത്തിൽ കുഴലൂത്ത് കേൾക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഇത് ദൈവം ശക്തമായിട്ട് താക്കീത് നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവരുടെ യുദ്ധത്തിന്റെ മേഖല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവരെവിടെയാ യുദ്ധത്തിന് വരുന്നത്? അവർ വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ താബോർ പർവ്വതത്തിന്റെ മുകളിലാണ്. താബോർ പർവ്വതത്തിന്റെ തൊട്ട് പുറകിലായിട്ട് ഉള്ള ഒരു പട്ടണമുണ്ട്. ഒരു പട്ടണം, ആ പട്ടണത്തിന്റെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. 23-ാം വാക്യം, മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ. എന്താ ആ നഗരത്തെ ശപിക്കേണ്ടത്? എന്താ? അതിന് നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ. അന്ന് യഹോവാദൂതൻ അരുളി ചെയ്തു എന്ന് യഹോവാദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂര്യന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. യഹോവയ്ക്ക് തുണയായിട്ട് വരുവാൻ എല്ലാ സാധ്യതയും. ദീർഘദൂരം യാത്ര ചെയ്യേണ്ടിയിരുന്നില്ല. യുദ്ധം നടക്കുന്നതിന് അടുത്തുള്ള പട്ടണമാണ്. ഈ വന്നവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു, വന്നവരെ ആശ്വസിപ്പിക്കാമായിരുന്നു, അവരോട് ചേർന്ന് നിൽക്കാമായിരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ മേരോസ് നഗരമേ, 2 പ്രാവശ്യം പറയണം, ഉഗ്രമായി ശപിച്ചുകൊള്ളു. എന്താ പറഞ്ഞത്? കാരണം യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനങ്ങളെ നാം കേൾക്കുന്നുണ്ടല്ലോ. നാം യഹോവയ്ക്ക് തുണയായി നിൽക്കുന്നവരാണോ? ആത്മീക ശുശ്രൂഷകൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരാണോ? അതോ യുദ്ധം അവിടെ നടക്കട്ടെ, എനിക്ക് ആട്ടിൻകൂട്ടമുണ്ട്, കുഴലൂത്തുണ്ട്, എനിക്ക് വള്ളങ്ങളുണ്ട്, എനിക്ക് കപ്പലുകളുണ്ട്, അതിന്റെ മറവിൽ ഞാൻ നിന്നുകൊള്ളാം, ഞാൻ ബാരാക്കിനെ തുണയ്ക്കാൻ പോവുകയില്ല. ബാരാക്കിന് തുണ വേണ്ട. നഫ്താലിയിലും സെബൂലിനും പ്രാണനെ ത്യജിച്ച ഒരു സമൂഹമുണ്ട്. എന്നാൽ ഇവർ തുണയ്ക്കാതിരിക്കുന്നത് ബാരാക്കിനെയല്ല, പിന്നെയോ ആരെയാണ്? യഹോവയ്ക്ക് തുണയായി വന്നില്ല. യഹോവയുടെ യുദ്ധങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ ആഹ്വാനം ചെയ്യുകയാണ്. ആയുധമെടുക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാനായിട്ട്, ഇറങ്ങി പുറപ്പെടുവാനായിട്ട്, ശുശ്രൂഷകൾക്കായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ദൈവം എപ്പോഴും വിളിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. അത് സഹോദരന്മാരാകാം, സഹോദരിമാരാകാം. നമുക്ക് ആ വിളിയുടെ മുമ്പാകെ നമുക്ക് അനുസരണം കാണിക്കാം. അല്ല എങ്കിൽ എക്സ്ക്യൂസ് പറയാം, അല്ലെ? അല്ല എങ്കിൽ എക്സ്ക്യൂസ് പറയാം. പക്ഷേ അവരുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഷയിൽ എന്താ? ശാപത്തിന് അടുത്തതാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവിക പദ്ധതിയോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് ശാപത്തിന് അടുത്തതാണ്. എന്നാൽ യഹോവയ്ക്ക് തുണയായിട്ട് നിന്നാൽ, യഹോവയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, ദൈവം അവരെ ഒരു നാളും മറന്നു കളയുന്നവരല്ല. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മുടെ മിടുക്കുകൊണ്ടൊന്നും ചെയ്യണ്ട. ഓക്കെ, പിന്നെയോ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. ഇന്ന് എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, നാം നമ്മോട് തന്നെ ചോദിക്കുക. ഒരുപക്ഷെ നാം ഇങ്ങനെ പറയുമായിരിക്കാം, നാം തിയോളജിക്കൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുമായിരിക്കാം. ദബോര അത് ദൈവശാസ്ത്രപരമായ അത്ര ശരിയൊന്നുമല്ല. പക്ഷെ ദൈവത്തിന് അങ്ങനെ മനസ്സെങ്കിൽ നമുക്കെന്തേ ചോദ്യം ചെയ്യാനുള്ള അവകാശം? ബാരാക്ക് അവൻ മിടുക്കനൊന്നുമല്ല, അവന് യുദ്ധാഭ്യാസമൊന്നുമില്ല. ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ എന്തേ നമുക്ക് വൈമുഖ്യം? എന്നാൽ ഈ ബാരാക്ക് ഓടി നടന്ന് ഓരോരുത്തരോടും പറയുന്നുണ്ട്, യഹോവയുടെ യുദ്ധത്തിന് വേണ്ടി വരുവേ. 5 ഗോത്രങ്ങൾ അവർക്ക് വേണ്ടി വന്നപ്പോൾ
അവർ ഒരുമിച്ച് ആ യുദ്ധം ചെയ്തു. അവരുടെ മിടുക്കുകൊണ്ടല്ല, ദൈവം അവരെ മുന്നോട്ട് നയിച്ചു. എന്നാൽ അവരോട് അവരുടെ നിർദ്ദേശത്തോടും ആഹ്വാനത്തോടും മറുതലിച്ച മറ്റൊരു സമൂഹം. നാം എവിടെ നിൽക്കുന്നു? നാം കർത്താവിന് തുണയായിട്ട് നിൽക്കുന്നവരാണോ, അതോ നാം നമുക്ക് തന്നെ തുണയായിട്ട് മാറുന്നുണ്ടോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ നമ്മുടെ വിചിന്തനത്തിനും ആത്മപരിശോധനയ്ക്കും ദൈവം ഇടയാക്കുമാറാകട്ടെ.